ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ പി കെ ഫിറോസ് മുസ്ലിം ലീഗ് നേതാവ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ പി കെ ഫിറോസ്, ഇപ്പോൾ നജീബ് കാന്തപുരത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായിരിക്കുകയാണ്. വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അന്ന് നമുക്കറിയാം എത്രത്തോളം വലിയ വിവാദമാണ് ഉണ്ടായതെന്ന്. 38 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പെരിന്തൽമണ്ണ പോലെ ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ വീണ്ടും എണ്ണൽ വേണമെന്നുള്ള ആവശ്യം, ഇതൊക്കെ അതിനപ്പുറത്തേക്ക് ഈ സാങ്കേതികത്വം പറഞ്ഞ് ഏതാണ്ട് ഭൂരിപക്ഷത്തിന്റെ 10 ഇരട്ടിയോളം വോട്ടുകളും വെണ്ണിയില്ല എന്നുള്ളൊരു ആരോപണം, ബാലറ്റ് പെട്ടികൾ തന്നെ കാണാതെ പോയ സംഭവം, ഇതൊക്കെ എന്തായാലും ഇപ്പോഴത്തെ വിധിയെ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അല്ല, ജനാധിപത്യപരമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തെ വളഞ്ഞ വഴിയിലൂടെ പിന്നെ അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശ്രമിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു നിയമ പോരാട്ടം നടത്തി അദ്ദേഹത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരാളെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നൊരു ശ്രമം നടത്തിയത്. ആ പോരാട്ടത്തിന് കൂടി, അത്തരം നീക്കങ്ങൾക്ക് കൂടി ഒരു തിരിച്ചടി ഈ കോടതി വിധിയിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ജനങ്ങളുടെ വിധിയെ കോടതി കൂടി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശ്രീ പി കെ ഫിറോസ്, ഇപ്പോൾ 38 വോട്ടുകളുടെ ഭൂരിപക്ഷം ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ചില സംശയങ്ങൾ എതിർകക്ഷികൾ ഉന്നയിക്കില്ലേ? യൂത്ത് ലീഗിനാണ് ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായതെങ്കിൽ ലീഗ് പരാതിക്ക് പോയില്ലായിരുന്നു. 38 വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷത്തിൽ മാത്രം എതിർ സ്ഥാനാർത്ഥി വിജയിക്കുന്നു. പക്ഷേ 308 വോട്ടുകൾ സാങ്കേതികത്വം പറഞ്ഞ് എണ്ണിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, ബാലറ്റ് പെട്ടികളടക്കം മറ്റൊരിടത്തുനിന്ന് കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ലീഗ് കോടതിയിലേക്ക് പോകില്ലായിരുന്നോ? അല്ല, ജനാധിപത്യത്തിൽ ഒരു വോട്ടിന് ജയിച്ചാലും അത് ജയം തന്നെയാണല്ലോ. അത് എത്ര വോട്ട് എന്നുള്ളത് അതിനകത്ത് പ്രശ്നമല്ല. മാത്രമല്ല, അന്ന് തന്നെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ആ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ബാലറ്റിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കാതിരിക്കുകയും പിന്നീട് തങ്ങൾക്കെതിരാണെന്ന് കാണുമ്പോൾ പിന്നെ നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്നതിലെ സാങ്കത്യമാണ് ചോദ്യം ചെയ്യുന്നത്. ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ആ കോടതിയിൽ കൂടി തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിലേക്ക് അടക്കം പോകാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും ആത്മവിശ്വാസം, വിജയം അനുകൂലമായിരിക്കുമെന്ന ആത്മവിശ്വാസം ലീഗിനുണ്ട്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. സുപ്രീം കോടതിയിൽ പോയാലും അവിടെ പെരിന്തൽമണ്ണയിൽ വിജയിക്കുക നജീബ് കാന്തപുരം തന്നെയായിരിക്കും, UDF ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം. ഇപ്പം ഈ ഭൂരിപക്ഷം അങ്ങ് പറഞ്ഞതുപോലെ 38 വോട്ടല്ല, ഒരൊറ്റ വോട്ടിന് ജയിച്ചാലും ഭൂരിപക്ഷമാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റ് വിവാദങ്ങൾ ലീഗിന്റെ നിലപാട് എങ്ങനെയാണ്? അതായത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ഒരു ബാലറ്റ് പെട്ടി മറ്റൊരിടത്ത് നിന്ന് കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യത്തെ ജനാധിപത്യത്തിൽ ഭൂഷണമായ ഒരു പ്രവൃത്തിയാണ് എന്ന് ലീഗ് വിലയിരുത്തുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ആരാണ് അതിന്റെ ഉത്തരവാദിത്വം? സ്ട്രോങ് റൂം ആരാണ് സംരക്ഷിക്കേണ്ടത്? ഈ ബാലറ്റ് പേപ്പറുകളൊക്കെ സംരക്ഷിക്കേണ്ടത് ആരാണ്? സർക്കാരാണ്. അപ്പോ സർക്കാർ അതിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമം കളിക്കുകയാണെങ്കിൽ ആർക്ക് അനുകൂലമായിട്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് സർക്കാരാണ് മറുപടി പറയേണ്ടത്, ഞങ്ങളല്ല മറുപടി പറയേണ്ടത്. അതായത് പെരിന്തൽമണ്ണ പോലെ ലീഗിന്റെ ഒരു കോട്ടയിൽ നേരാണ് മുൻപ് അട്ടിമറി നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ 38 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലേക്ക് CPM എത്തിയത് ചില അട്ടിമറികളിലൂടെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കനത്ത ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്നാണോ? അല്ല, അത് പിന്നെ തെരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ ഭൂരിപക്ഷത്തെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. സ്ട്രോങ് റൂമിൽ നിങ്ങൾ ഈ ബാലറ്റ് പേപ്പർ കാണാതായതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ശരി. അല്ല, അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അട്ടിമറിയുടെ ഭാഗമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ ലീഗ്? അല്ല, അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഏത് ഉദ്ദേശത്തിലാണ് സ്ട്രോങ് റൂമിൽ നിന്ന് ബാലറ്റ് ബോക്സുകൾ കാണാതായത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി, കൃത്യമായി നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് പിന്നീട് അന്വേഷണമൊന്നും ഉണ്ടായില്ല ലീഗിന്റെ പരാതിയിൽ? ഒന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിൽ തന്നെയാണ് എന്ന ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്താ സംശയം? സ്ട്രോങ് റൂമിൽ ബാലറ്റ് പേപ്പർ സംരക്ഷിക്കേണ്ടത് പിന്നെ നജീബ് കാന്തപുരം അല്ലല്ലോ, സംസ്ഥാന സർക്കാരും വലിയ ഉദ്യോഗസ്ഥന്മാരും അല്ലേ. അപ്പൊ അവരാർക്ക് വേണ്ടിയിട്ടായിരിക്കും എന്തെങ്കിലും നിലയ്ക്ക് കൃത്രിമം നടത്തുകയാണെങ്കിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ. അപ്പൊ അത് ഏത് സാഹചര്യത്തിലാണ് അത് കാണാതായത് എന്നുള്ളതും ആരാണ് അതിന്റെ ഉത്തരവാദി എന്നതിനെ സംബന്ധിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഞങ്ങളാണ് ആദ്യം പരാതി കൊടുത്തത്. ആ പരാതിയിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ പി കെ ഫിറോസ് സംസാരിച്ചതിന്.